തക്കു സ്കിപ്പ് ചെയ്യുന്നുണ്ട്. തക്കു ഭയങ്കര സ്പീഡല്ലോ. അസ്സലാമലൈക്കും. കുലൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ രാവിലെ ഏകദേശം എത്ര മണിയായി? ഇപ്പൊ 6:30 മണിയായി. ഞങ്ങൾ ഉപ്പാനെല്ലാം കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ വന്നിട്ടുണ്ട്. ഈ സ്ഥലത്ത് എന്തൊക്കെയുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം. കാസർഗോഡ് പുതിയൊരു സംഭവം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണെന്ന് ഞങ്ങൾ പറയാം. ഓക്കെ, ഒരു വർഷമായത് ഇപ്പോ? ഓക്കെ. ഇപ്പൊ ഒരു വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഉപ്പ ഡ്രസ്സെല്ലാം മാച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത്ര നമുക്ക് മനസ്സിലാവുന്നത്. ഉപ്പ ഇറങ്ങുമ്പോൾ കാറിലൊക്കെ മാച്ചായിട്ട് അടിപൊളി ടീഷർട്ട് എല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്പ. അപ്പൊ കാസർഗോഡ് കളക്ടറേറ്റ് വളപ്പിൽ പുതിയൊരു ഹെൽത്ത് ക്ലബ്ബ്, ഓപ്പൺ ഹെൽത്ത് ക്ലബ്ബ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വിഷ്വൽസ്. അപ്പോൾ ആളൊന്നും എത്തിയിട്ടില്ല. എല്ലാവരും മോർണിംഗ് വാക്കിന് സാധാരണ വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ തൻഹാഷ കുലൂസും മദ്രസയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നിന്ന് മോർണിംഗ് വാക്കിന് വന്നിട്ടുണ്ട്. കേട്ടാ, ഇത് കാസർഗോഡ് കളക്ടറേറ്റ് വളപ്പിലാണ് ഈ ഓപ്പൺ കളക്ടറേറ്റിന്റെ മെയിൻ എൻട്രൻസ് വഴി കയറുമ്പം തന്നെ ഉണ്ട് CCTV ക്യാമറയും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ വെറുതെ വന്നിട്ട് തമാശയും കളിക്കാനൊന്നും പറ്റില്ല. ഇത് ചെയ്യാം. എക്സസൈസ് വന്നാൽ എക്സസൈസ് മാത്രം. കാരണം കളക്ടറേറ്റ് അല്ലേ, എനിക്ക് അല്ലെങ്കിൽ തന്നെ കളക്ടറേറ്റിന് അതിലെ പോകുമ്പോൾ ഒരു പേടിയാണ്. അവിടെ കുറേ പോലീസുകാരെല്ലാം ഉണ്ടാകുന്നതാണ് ഇവരോട് ഞാൻ പറയല്. അവിടെ തന്നെ പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമുണ്ട്. ഉപ്പ ഭയങ്കര തിരക്കിലാണ്. ഉപ്പ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. മാഷാ അല്ലാ. കാരണം നമുക്കിത് എക്സസൈസ് ചെയ്തിട്ടാകുമ്പോൾ നല്ലൊരു മൈൻഡിൽ നല്ല ഫ്രീ ആണ്. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ ഈ നാട്ടിലെന്ന് വെച്ചാൽ സ്വതവേ ആണുങ്ങളും പെണ്ണുങ്ങളും സംസാരിക്കില്ല. പക്ഷെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, വർത്താനം പറയുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും മൈൻഡ് ഫ്രീ ആണ്. അധികം ഷോപ്പ് വൈസുള്ള ആൾക്കാരായിരുന്നു. സ്വന്തമായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് ഷോപ്പുകളെ പരിചയപ്പെടാൻ പറ്റി. ഇവിടെ എൻട്രൻസ് എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഇപ്പോൾ അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ അങ്ങനൊന്നുമില്ല. നമ്മൾ അവിടെ പോവാം, നേരെ എക്സസൈസ് ചെയ്യുക, നേരെ വീട്ടിൽ പോവാം, അത്രയേ ഉള്ളൂ. ഇത് പിന്നെ ഒരു വെച്ചാൽ നമ്മള് വിദ്യാനഗർ ചിന്മയ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ചിന്മയുടെ ഫ്രണ്ടിൽ കാണുന്ന ചിന്മയ സ്കൂളാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. കുട്ടികളൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഭയങ്കര രസം. എത്ര കുട്ടികൾ വരുന്നുണ്ട് അവിടെ. എൻ്റെ മക്കൾ 2-3 പ്രാവശ്യം വന്നു. പിന്നെ അവരൊന്നും പിന്നെ എക്സസൈസ് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ബോധം കെട്ട് വന്നു. അത്രയും അല്ലെങ്കിൽ തന്നെ അത്രേ ആരോഗ്യമുള്ളൂ. പിന്നെ ഒരുപാട് പെണ്ണുങ്ങളും വരുന്നു, ആണുങ്ങളും വരുന്നു, മക്കളും വരുന്നു, ഉമ്മയും ഉപ്പയും കൂട്ടിയിട്ട് മക്കളെ വരുന്നത്, പിന്നെ ഉപ്പാപ്പയും ഉമ്മാമയും കൂട്ടിയിട്ട് വരുന്നവരുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ കാറ്റഗറി പെട്ട ആൾക്കാരും ഉണ്ട്. ഞാൻ തന്നെ ഇപ്പൊ ഓളം കൂട്ടി, ഉപ്പാനം കൂട്ടി, മോളം കൂട്ടി, എല്ലാരും കൂട്ടിയിട്ട് തന്നെ ഞങ്ങൾ പോയത്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, പിന്നെ കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിനും നോക്കാൻ ഒരാളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ മോളിൽ, കളക്ടറേറ്റിന്റെ മോളിൽ യോഗ പിന്നെ അതൊക്കെ ഉണ്ട്. യോഗയും പിന്നെന്ത് വേറെന്തോ ഓടിയിട്ട് വന്ന് ക്ഷീണിച്ച് തനുവിന്റെ മടുത്ത. തനു ഈ വീഡിയോ കാണാൻ ശേഷം ബാക്കിയുള്ള മക്കളെല്ലാം ഭയങ്കര കരച്ചില്ലേ. നമ്മളെ കൂട്ടിയിട്ടില്ല, ഉമ്മ നമ്മളെ കൂട്ടിയിട്ടില്ല, ഉപ്പ ഇതെല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ട് വയ്യ ഒന്ന് വരാനുണ്ട്. ജിമ്മെല്ലാം ഭയങ്കരത്തിലായിന്. ശരിക്കും എടുക്കേണ്ട സംഭവം നമുക്ക് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. അത് വേറെ കാര്യം. സ്കിപ്പിംഗ് ഒന്നും അറിയില്ല. ജീവിതത്തിൽ സ്കിപ്പിംഗ് ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ജിമ്മിന് പോയിട്ട് വെറുതെ 2-3 കട്ട പൊന്തിക്കും, അത്രയും നിങ്ങൾക്ക് പറ്റില്ല. നമ്മളെ ഉണ്ടായിരുന്നല്ലോ കേട്ടാ. ഇവിടെ വന്നിട്ട് ഇത് ചെയ്തിട്ട് തന്നെയാ നല്ലോണം കുറഞ്ഞെന്നെല്ലാം പറഞ്ഞവര്. ഇത് വയറ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. വയറും അതേപോലെ കൈക്കും നല്ല ബലം കിട്ടും. ഓരോന്ന് അടിച്ചിട്ടിട്ടുണ്ട്. ബാക്കിന്ന് ഫ്രണ്ടിലേക്ക് ഇല്ല, ബാക്കിലേക്ക്. തക്കു സ്കിപ്പ് ചെയ്യുന്നുണ്ട്. തക്കു ഭയങ്കര സ്പീഡല്ലോ. മാഷാ അല്ലാ. എന്തായി തനു കുറുക്കണ്ട? എടുക്കട്ടെ.
അങ്ങനെ എന്റെ അടിപൊളി സ്കിപ്പിംഗ് എല്ലാം കഴിഞ്ഞല്ലോ അതൊക്കെ. അടിപൊളി നീ ട്രെയിനോട്ടോ അത് കൈന്റെ ഇതുണ്ടാവില്ലേ, കൈന്റെ കുറച്ച് കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോവാനാണ്. കാര്യങ്ങൾ പോയതാ, രാത്രി ഉറങ്ങിയിട്ടില്ല. എന്തൊരു വേദന, കാല് വേദന, കൈ വേദന, 3 ദിവസം ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഭയങ്കര വേദന, ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് കരച്ചിലായിരുന്നു. പിന്നെ അതെല്ലാം സബൂറാക്കിട്ട് പോയി. പിന്നെ കിട്ടിയ തക്കത്തിന് എല്ലാം ഒന്നിച്ച് പുതുങ്ങാന്ന് പറഞ്ഞാല് കേടാ ശരിയാണത്. നമുക്ക് അറിയില്ലാലേ ഇങ്ങനെ കൈ വന്നിട്ടാകുമ്പോ ഇങ്ങനെല്ലാം ഉണ്ടാവും. കാരണം ഇവരൊന്ന് ജിമ്മിന് പോയിട്ട് വന്ന് നമ്മളോട് പറയുന്നില്ലാലേ ഈ വേദന ഉണ്ടെന്ന്. ഇവർ പറഞ്ഞേ ജിമ്മിന് പോയിട്ട് വന്നിട്ട് ഞാൻ ആടെ കിടക്കുമ്പോൾ നീ എന്നോട് പറയില്ലേ, ഇതെന്തേ കിടക്കുന്നത്, എന്തിനാ പോയി, ഞാൻ കിടക്കുന്നതെല്ലാം ഉണ്ടായത് ഈ വേദന കൊണ്ടായിരുന്നു. പക്ഷെ നീ പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഉണ്ടാണ്ടത്. അടുത്ത അടിപൊളിയായിട്ട് ഇത് കിടന്നിട്ടില്ലേ എണീക്കലാന്ന്. പക്ഷെ എന്നെ കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റില്ല. ഫുള്ള് കിടക്കണം, ഫുള്ള് കിടന്നിട്ടില്ല. ഇങ്ങോട്ടോ തക്കുനെ പൊന്തിച്ചിട്ട് എന്റെ നടുവിളിക്കുന്നു തോന്നുന്നു, അതിനെ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല, വെറുതെ പറയുന്നു. ഇവര് പറയുന്നത് വിശ്വസിക്കണ്ടേ. പിന്നെ എനിക്ക് പറയാനുള്ള നമ്മളിത് വിദ്യാനഗർ, ഇത് ബെഞ്ച് പ്രസ് ഇങ്ങനെ ആക്കിയാല് കൈക്കും വേറെല്ലാം ഗുണം കിട്ടും. എങ്ങനെ ഇവർക്കല്ലേ വെറുതെ നടപ്പ് ഇതിലും പൊന്തിക്കുന്നത്, നമ്മളെ തന്നെ പൊന്തിച്ച്. ഇത് സ്ഥലം സ്പോട്ട് പറഞ്ഞു കൊടുക്കാൻ വിദ്യാനഗർ പന്നിപ്പ, വിദ്യാനഗർ തന്നെയാണല്ലോ കളക്ടറേറ്റിനകത്ത്. നമ്മൾ ചിന്മയസ് കൊണ്ട് ഒപ്പിച്ചിട്ട് ഉപ്പാക്ക് ഏതെടുക്കണ്ടേന്ന് അറിയുന്നില്ല. ഉപ്പാക്ക് ലാസ്റ്റ് ഉപ്പാക്ക് ക്ഷീണായ, ഇത് ഉപ്പാക്ക് നാണക്കേട് വന്നു പോവാന്. ഇവരെല്ലാം ക്ഷീണായി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇത് ഉപ്പ ലാസ്റ്റ് പോയി. ഉപ്പ കുറച്ച് സമയം വണ്ടിയിൽ ഇരുന്നിട്ട് വന്നേന്ന്. പിന്നെ അവിടെ വെള്ളമുണ്ട്, കുടിക്കാനുള്ള വെള്ളം സംവിധാനം ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ തന്നെ SBIന്റെ ബാങ്കും കുറക്കാനുള്ള സാധനം. അങ്ങനെ രണ്ടാളും ഒന്നിച്ചിട്ടാണ് ഇപ്പൊ ഉപ്പ വരുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടി ഉപ്പ വരുന്നുണ്ട്. ഉപ്പ പറഞ്ഞ ഇതിങ്ങ എന്താ ചെയ്യുന്നു, ഉപ്പക്ക് നമ്മളെല്ലാം ചെയ്യുന്ന കാണുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാം പരീക്ഷിച്ചു. ഇത് ഉപ്പക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഇരുന്നിട്ട് ചെയ്യുന്നോണ്ടല്ലോ ഉപ്പ കുറച്ച് സൈഡായി പോയി, ഞാൻ ശരിയാക്കി കൊടുത്തത്. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ തടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, കാരണം അവർക്കെല്ലാം ഒരാളോട് പറയാൻ ഭയങ്കര സങ്കടമാകും. കാരണം വീട്ടിലുള്ളവർ സപ്പോർട്ട് ചെയ്യണം. എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു ബുദ്ധിമുട്ടല്ലേ, കാലുവേദന, കൈവേദന. ഇപ്പം ഞാൻ ഓവർ തടിയൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് മനസ്സിൽ തോന്നും നമുക്ക് കുറക്കണം. ഇപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു, നീ എന്തിനാ കുറക്കാൻ, നീ അങ്ങനെ തടിയൊന്നും ഇല്ലാതെ. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ആ തടി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോയിട്ട് കുറച്ച് നടക്കാം. നമുക്ക് മൈൻഡ് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും പറയും, വീട്ടിൽ നിന്ന് നീ എത്ര ജോലി ചെയ്യുന്നുണ്ട്, പിള്ളേരെ നോക്കുന്നില്ല, അതാക്കുന്നില്ല. പക്ഷെ എത്ര നമ്മൾ ജോലി ഈ പോയിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് 2-3 ദിവസം ജോലി നിറക്കെ ചെയ്താലും നമുക്ക് അങ്ങനെ കാലുവേദന, കൈവേദന ഉണ്ടാവും. ഇത് ചെയ്യുന്നതിൻ്റെ ആ വേദന ഇല്ല. പക്ഷെ ഇവിടെ പോയിട്ട് 2 പ്രാവശ്യം വീട്ടിൽ ചെയ്യുന്നതിൻ്റെ കാപ്പാതി പോലും നമ്മൾ അവിടുന്ന് ചെയ്യുന്നില്ല. എന്നിട്ട് എന്തൊരു വേദനയാണ്. പക്ഷെ അത് തടിക്ക് നമുക്ക് എടുക്കുന്നു. ഇതിൽ ഏറ്റവും നല്ല ഗുണം എന്ന് വെച്ചാൽ നല്ല വർക്ക് കിട്ടും. രാവിലെ പോയിട്ട് നല്ല 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ അത് ഉറങ്ങാൻ സമയമുള്ളവർക്ക് കിട്ടും. എനിക്ക് പിന്നെ ഉറങ്ങാൻ സമയം ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഉറക്കമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഉറങ്ങിപ്പോയാൽ മക്കള് പട്ടിണിയാവും. അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരാൾ ബാത്റൂം പോകാനും പാല് കുടിക്കാനും എണീച്ചോണ്ട്, അതുകൊണ്ട് ഉറക്കമൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഉറക്കം കിട്ടുന്നു, പക്ഷെ ഉറങ്ങാൻ കഴിയില്ല. അയ്യടാ, അപ്പൊ ബാക്കിയുള്ള ജോലി നിങ്ങളല്ലേ ചെയ്യുന്നത്, വെറുതെ തട്ടി വിടലാന്ന്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്നല്ലേ, ഇത് എവിടെ പോന്ന് പൊന്തിച്ചിട്ട് എന്നെ പൊന്തിച്ചിട്ട് നടന്നാ മതിയില്ല. നിങ്ങൾ എന്തിനാ അവിടെ പോയിട്ട് അതെല്ലാം പൊന്തിക്കുന്നത്? എന്നതിന് നല്ല കേക്ക് കാലിലൊന്നും നിങ്ങൾ അവിടെ പോണമെന്നില്ല. മക്കൾ ഓരോരാൾ ഓരോ കൈമെടുത്താൽ മതി. വീട്ടിൽ നിന്ന് എടുക്കലുണ്ട്. ഇപ്പൊ അവിടെ പോകുന്നില്ലെങ്കിൽ പിള്ളേർ ഓരോന്ന് എടുക്കും, അപ്പൊ ശരിയാവും. നമ്മൾ അസീച്ച മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അസീസ് ഫാത്തിമ ഗോൾഡ് അസീച്ച. കോട്ടെല്ലാം ഉണ്ട് അടുത്ത് തന്നെ.
ഒരാൾ ഷട്ടിൽ കളിക്കും. ചെറിയ കുട്ടികളെല്ലാം വരും രാവിലെ തന്നെ എണീറ്റിട്ട്. അതല്ല നെജിച്ചാ ഭയ എനിക്ക് കുറേ ആളെ പരിചയം ഇവിടെ പോയിക്കഴിഞ്ഞാൽ എല്ലാം പ്രായമുള്ള ആളും എൻ്റെ ചങ്ങയും പറയും, ചെറിയ കുട്ടികളും എൻ്റെ ചങ്ങയും. കാരണം ഇവിടെ പോയിട്ട് എല്ലാവരും നല്ല പരിചയമായി, കമ്പനിയായി, നല്ല ആരെ കൊണ്ട് ബുദ്ധിമുട്ട് ശല്യമൊന്നുമില്ല കേട്ടോ. അവരായി അവരെ പാടായി അല്ല. പക്ഷെ പുതിയ പുതിയ നല്ല കമ്പനീസ്, നമുക്ക് പുതിയ പുതിയ ആൾക്കാരുമായിട്ട് പരിചയവും അങ്ങനെയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഷാനുവെല്ലാം പോകുന്നുണ്ട് സൈഡിലെ കൂടി. ഞാൻ ഉപ്പ എന്തോ ഒരു കഥ പറയുന്നുണ്ട്, എന്താന്ന് ഓർമ്മ കിട്ടുന്നില്ല. എക്സസൈസ് എടുക്കാൻ വന്നിട്ട് കഥ പറയുന്നുണ്ട്. അടുത്ത് പറഞ്ഞോണ്ട് വന്നതല്ലോ അവര് അവർ കൂക്കുന്നില്ല. അവിടെ തന്നെ പറയുന്നവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും വർത്താനം പറയാനൊന്നും വിടുന്നില്ല. അവർ പറയും നിങ്ങൾ ഇത് വന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല. എന്തോ ഭാഗ്യത്തിന് അന്ന് നമ്മൾ പറഞ്ഞു, അവർ ചോദിച്ചിട്ടാണ് അന്ന് വീഡിയോ എടുത്തത്. കാരണം ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇത് ചെയ്യണം, നമുക്ക് ചെയ്യായിരുന്നു, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടെ വേണം, എന്നാലും അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് തടി കുറക്കുന്ന നടക്കാത്ത കാര്യം. ഒരാൾ ക്ഷീണം ഫസ്റ്റ് വന്നിട്ട് ഇടയിരുന്നു, പിന്നെ ലാസ്റ്റ് ഇത് വന്നിട്ട് പിന്നെ ഉപ്പൊക്കെ നല്ല സുഖമുണ്ട്. ഇത് ഉപ്പ കുറെ പറയും ഇത് നല്ല പാങ്ങുണ്ടല്ലോ, ഇത് നല്ല ചെയ്യാൻ. ഉപ്പാന്റെ 2 ദിവസം കഴിയുമ്പോഴാണ് 2-3 ദിവസം കഴിഞ്ഞു എന്റെ വേദന പോണെങ്കിൽ. പാവപ്പ. പക്ഷെ പ്രായമുള്ളവർക്കും നല്ല ഇതാണ് കേട്ടോ. കാരണം അവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കലല്ലേ. ഇപ്പൊ ഉപ്പ ജോലിക്കൊന്നും പോകുന്നില്ല, ഉപ്പ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അവർക്കെല്ലാം ഒരു അവിടെ പോയിട്ട് ഉപ്പ എല്ലാവരോടും മിണ്ടി വർത്താനം പറഞ്ഞ് കുറെ ഒരു ഉപ്പാനൊക്കെ തന്നെ മൈൻഡ് ഫ്രീ ആയാലും. പണ്ടത്തെ കാലം ഉപ്പാന്റെ കുറെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു, അവരൊക്കെ നല്ല ഉപ്പാനെ കണ്ടു പറയുന്നത് നിങ്ങളെന്ത് വീട് എത്തിയേ, അച്ചുച്ചെന്ത് വീടാ, അച്ചുടിച്ചെന്ത് വീടാ. ഞമ്മ ഉപ്പാന്ന് തന്നെ വിളിക്കുന്നത്. ഇത് അരക്കെട്ട് പോകുന്നതാണ് കേട്ടോ. നല്ല രസം, ഇത് നല്ല രസമുണ്ട്. പിന്നെ നമ്മളെ മറ്റേ ഇത് പോകുന്നില്ലേ ഏട്ടാന്നറിയോ, വണ്ടർലെല്ലാം പോയിക്കാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ തിരിയുന്ന. ഉപ്പ ദുബൈയിൽ പോയിട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ മുമ്പ് ദുബൈയിലായിരുന്നു 10-18 വർഷം. ഇപ്പൊ നാട്ടിൽ തന്നെ ഇങ്ങോട്ട് വരുന്നത് നമ്മളെ വീട്ടില് വരുന്നല്ല കേട്ടാ, ഈ സ്ഥലത്ത് വരുന്നത്. ഞങ്ങളെ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ ഞങ്ങള് കൂട്ടിട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് വരും. ഉപ്പൊക്കെ ഇഷ്ടം. ഉപ്പ ഇങ്ങനത്തെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കും. ഉമ്മ ആയാലും ഭയങ്കര പ്രോത്സാഹിച്ചു. ഉമ്മ പിന്നെ മെലിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാനൊന്നും ഇല്ല. ഉമ്മ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. പിന്നെ ഉപ്പ ഇത് നോക്കുന്നുണ്ട്, ഇതുപോലെ ചെയ്യാന് ഞാൻ നോക്കുന്ന വാശി പിടിച്ച ഉപ്പ പുഷപ്പ് എടുക്കും കേട്ടോ, അത് വേറെ കാര്യോ. ഉപ്പ ഭയങ്കര ആള് ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഉപ്പക്ക് ഇഷ്ടമാണ്. അങ്ങനെ ചില എവിടെയും നമ്മളെ തളർത്തില്ല ഉപ്പ. പിന്നെ തക്കു തൂങ്ങാൻ നോക്കി, എന്താ കുരങ്ങാൻ തൂങ്ങിയ പോലെ ആയിപ്പോയി. അതൊന്നും പറ്റും, അത് ഒറ്റക്ക് നമ്മൾ കൈയും കാലിലും വേദന എടുക്കുന്നതിനൊക്കെ. അതുകൊണ്ട് ഞാൻ നീ എന്താക്കിയാണ് തൂങ്ങാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് വേഗം എല്ലാവരും സ്പോട്ട്. കാരണം ആരും കാണുമ്പോൾ നാണക്കേടല്ലേ. അപ്പൊ ഞങ്ങള് അടുത്തതായിട്ട് നമ്മള് ഷട്ടിൽ കളിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ഉണ്ട്. പോകുന്നും വേണ്ട, കുറച്ച് ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ മതി. ഇവരുണ്ട് കളിച്ച്, നമ്മള് കുറച്ച് പേര് അപ്പുറത്ത് കളിച്ച്. കൃഷ്ണ കുഞ്ഞ്
അപ്പോൾ ഇൻഷാല്ല നമ്മളെ എല്ലാ ഷട്ടിലും കാര്യങ്ങളും ജിമ്മും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.